ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്ന ഐപ്ലസിന്റെ സെറ്റ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യന്റെ ബാലൻസ് ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Recently, Food and Drug Administration United States approved the world's inaugural vaccine for chikungunya, namely. അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്രൂവ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ചിക്കുൻഗുനിയ വാക്സിൻ. ഇവിടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കുകയുള്ളൂ. ഇക്സ്ചിക്, R21 മാട്രിക്സ് എം, റോട്ടാവാക്ക്, മൊൽനോപിരാവർ. ഈ വാക്സിനുകളിൽ ചിക്കൻ ഗുനിയയ്ക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ ഇനാഗുറൽ വാക്സിൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാക്സിൻ എന്നുള്ള അർത്ഥം കേട്ടോ. വാക്സിനായിട്ട് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇക്സ്ചിക് ആണ് കേട്ടോ. ഇക്സ്ചിക് എന്ന് പറയുന്നതാണ്. ഓക്കെ, explanation നോക്കൂ. ഇക്സ്ചിക് is a vaccine against chikungunya developed by Valneva Austria GmbH, a vaccine company based in Vienna, Austria. Now it was approved in Canada and Europe. അതായത് ഇത് വാൽനെവ ഓസ്ട്രിയ GmbH എന്ന ഒരു കമ്പനി രൂപീകരിച്ച അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തൊരു വാക്സിനാണ്. ഇതിപ്പോൾ നിലവിൽ കാനഡയിലും യൂറോപ്പിലുമൊക്കെ അപ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇക്സ്ചിക് എന്നത് എന്തിനു വേണ്ടിയുള്ള വാക്സിനാണ്? ചിക്കൻ ഗുനിയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വാക്സിനാണ്. ക്ലിയർ ആണല്ലോ. ശരി, നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ നോക്കുക. R21 മാട്രിക്സ് എം. ഇറ്റ്സ് എ വാക്സിൻ അഗെയിൻസ്റ്റ് മലേറിയ. It's developed by the University of Oxford and manufactured by the Serum Institute of India. Serum Institute of India ഒക്കെ എല്ലാവർക്കും അതിൻ്റെ ഈ കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് ചർച്ചയായ ഒരു സ്ഥാപനമാണ് അല്ലേ. അപ്പോൾ R21 മാട്രിക്സ് എം എന്ന് പറയുന്നത് മലേറിയയ്ക്ക് എതിരെയുള്ള ഒരു വാക്സിനാണ്. മലേറിയ രോഗത്തിനെതിരെയുള്ള വാക്സിനാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് മാനുഫാക്ചർഡ് ബൈ ദി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഡെവലപ്പ് ചെയ്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അത് മാനുഫാക്ചർ ചെയ്യുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റോട്ടാവാക്ക് ആണ് അടുത്തത്. റോട്ടാവാക്ക് നോക്കിക്കോളൂ. ഇറ്റ്സ് എ വാക്സിൻ അഗേൻസ്റ്റ് ഡയറിയ ഡെവലപ്ഡ് ബൈ an Indian renowned pediatrician Dr. M.K. Bhan during a diarrhea outbreak at a neonatal ward in AIIMS in New Delhi 1985 to 1990. 1985-86 ന്യൂഡൽഹിയിലെ എയിംസിൽ നിയോനേറ്റൽ വാർഡ്, കൂടി ശിശുരോഗ വാർഡുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ഡയറിയ ഔട്ട്ബ്രേക്ക്, ഡയറിയ പൊട്ടിപ്പുറപ്പെടലുണ്ടായിരുന്നു കുട്ടികൾക്കിടയിൽ. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി റെനോൺഡ് ആയിട്ടൊരു ഇന്ത്യൻ പീഡിയാട്രീഷ്യനായ ഡോക്ടർ M.K. ഭാനാണ് നമ്മുടെ റോട്ടാവാക്ക് എന്ന് പറയുന്ന ഡയറിയയെ പ്രതിരോധിക്കുന്ന വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ the plants which come under the Schedule 6 of Wildlife Protection Act of 1972. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് മാത്രം അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിച്ച ശേഷം അതിൻ്റെ ഉത്തരത്തിലേക്ക് മാത്രം പോകാതെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കേണ്ട ബാക്കി ഓപ്ഷൻസിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണ്ടതുണ്ടോ. അങ്ങനെയുള്ളൊരു ചിട്ടയായ പഠനമാണ് നമുക്ക് നടത്തേണ്ടത്. നിങ്ങളുടെ മുമ്പിലേക്ക് സെറ്റ് ക്രാക്കർ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും ഇത് തന്നെയാണ്. അതായത് ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, അതിൽ ഓപ്ഷൻസ്, ഉത്തരം മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അത് നമുക്ക് പിന്നീടുള്ള പരീക്ഷകളിൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ സെറ്റ് ക്രാക്കർ എന്ന ഈ സെഷനിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അറിയാമല്ലോ. നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1972 ഓക്കെ, ശരി. അതിൻ്റെ ഷെഡ്യൂൾ 6 പ്രകാരം ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഓപ്ഷൻസ് നോക്കിയുള്ളൂ. ബിഡാം സൈക്കാഡ്, ബ്ലൂ വാണ്ട, സ്ലിപ്പർ ഓർക്കിഡ്സ്, റെഡ് വാണ്ട. ഇതിൽ ഏത് ഓപ്ഷനാണ്, അതായത് ഏത് പ്ലാന്റ് ആണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 6 വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് 3 and 4 only, 1, 2 and 3 only, 1, 2, 3 and 4 only, 1 and 4 only. ഒരു നോർമൽ സാഹചര്യത്തിൽ ഇതിൽ ഒരു കോമ്പിനേഷൻ ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരുടെയും പെട്ടെന്നുള്ള ശ്രദ്ധ, ബ്ലൂ വാണ്ടയുണ്ട്, റെഡ് വാണ്ടയുണ്ട്, രണ്ട് വാണ്ടയും കൂടെ ഒരുമിച്ച് വരത്തില്ല അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്കി ഒരു കുത്തും, അതായിരിക്കും നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോമ്പിനേഷൻ ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3 and 4. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സസ്യങ്ങളും ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 6 പെടുന്നതാണ്. ഓക്കെ, മനസ്സിലാക്കണം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് വന്യജീവികൾക്ക് മാത്രമല്ല കേട്ടോ, വെജിറ്റേഷൻ, പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ട് തന്നെയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത് ശ്രദ്ധിച്ചോളുക. 1, 2, 3 and 4 എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയോളൂ. ഷെഡ്യൂൾ 6 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 റെഗുലേറ്റ്സ് ദ കൾട്ടിവേഷൻ ഓഫ് എ സ്പെസിഫൈഡ് പ്ലാന്റ് ആൻഡ് റെസ്ട്രിക്ട്സ് ഇറ്റ്സ് പൊസഷൻ, സെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതായത്
ചില പ്രത്യേകതരം സസ്യങ്ങളുടെ കൾട്ടിവേഷൻ, പൊസഷൻ, കൈവശം വെക്കൽ, വിൽപ്പന, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, അതിനെ എന്താണ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഷെഡ്യൂൾ 6 കുറച്ച് പ്ലാന്റ്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാന്റുകളെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പൊസഷൻ അല്ലെങ്കിൽ സെയിൽ വിൽക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റുകളെ ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ഷനാണ് ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത്. ഏതിൻ്റെ? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972. ഓക്കെ, കൾട്ടിവേഷൻ ഓഫ് ദീസ് സ്പെസിഫൈഡ് പ്ലാന്റ്സ് ക്യാൻ ഓൺലി ബി ക്യാരിഡ് ഔട്ട് വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി. ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടെ സമ്മതമില്ലാതെ ഇത് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അനുവാദമില്ല ഇത് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്ലാന്റ്സ് പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സ് അണ്ടർ ഷെഡ്യൂൾ 6 ഓഫ് ദി ആക്ട് ആർ, ഈ ആക്ടിന്റെ ഷെഡ്യൂൾ 6 പ്രകാരം പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന മറ്റു പ്ലാന്റ്സുകളും കൂടെ ചേർത്തുള്ള ലിസ്റ്റാണ്. ബെഡോം സൈക്കാഡ് നേരത്തെ നമ്മുടെ ഓപ്ഷനിലുള്ളതാണ്. ബ്ലൂ വാൻഡ, റെഡ് വാൻഡ, ഇത് രണ്ടും ഓപ്ഷനിലുള്ളതാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ കുത്ത്, ദെൻ സ്ലിപ്പർ ഓർക്കിഡ്സ് ആൻഡ് പിക്ചർ പ്ലാന്റ്, ഇത്രയും സാധനങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും സസ്യങ്ങളാണ് ഷെഡ്യൂൾ 6 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഉള്ളത്. ഓക്കെ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. എ മാൻ, ഒരു മാത്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ മാൻ ഡിവൈഡ്സ് ഹിസ് പ്രോപ്പർട്ടി സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് ഹിസ് സൺസ് ഷെയർ ടു ഹിസ് വൈഫ്സ് ഷെയർ ആൻഡ് ദ റേഷ്യോ ഓഫ് വൈഫ്സ് ഷെയർ ടു ഹിസ് ഡോട്ടർ ആർ ബോത്ത് 3:2. അതായത് ഒരാൾ അയാളുടെ പ്രോപ്പർട്ടിയെ മോനും ഭാര്യയ്ക്കുമായി വീതിച്ചു കൊടുത്തത് 3:2 റേഷ്യോയിലാണ്. അതുപോലെ എന്താണ്, ഭാര്യയ്ക്കും മകൾക്കുമായി വീതിച്ചു കൊടുത്തതും 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഡോട്ടർ ഗെറ്റ്സ് 19 lakhs ലെസ് ദാൻ സൺ, മകന് കിട്ടിയതിനേക്കാൾ 19 ലക്ഷം രൂപ കുറവാണ് കിട്ടിയതെങ്കിൽ ദെൻ ദ ടോട്ടൽ വർത്ത് ഓഫ് ഹിസ് പ്രോപ്പർട്ടി, അയാളുടെ ആകെ സ്വത്ത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇത് മാക്സിമം ബന്ധപ്പെട്ട പ്രോബ്ലം ആണല്ലോ. ഓക്കെ, നോക്കോളൂ. നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയാമോ? ഈ പറയുന്ന ഈ വ്യക്തിയുടെ പ്രോപ്പർട്ടി ടോട്ടൽ ഉള്ള ഷെയറിനെ നമ്മൾ ഇത്ര റേഷ്യോസ് ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആദ്യം ഞാനിവിടെ മകന് കിട്ടിയത് സൺ ഈസ് ടു വൈഫ് എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ ആണല്ലോ. ദെൻ വൈഫ് ഈസ് ടു ഡോട്ടർ, വൈഫിനും ഡോട്ടറിനും കിട്ടിയതും 3:2 ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ചെയ്യുന്നത് സൺ ഈസ് ടു വൈഫ് ഈസ് ടു ഡോട്ടർ എന്ന് കണ്ടുപിടിക്കുന്നു. ഒറ്റ റേഷ്യോ ആക്കുന്നു 3 പേരെയും കൂടെ. അതിന് നമുക്ക് 2 റേഷ്യോകൾ തന്നിട്ട് രണ്ടിൻ്റെയും, ഇപ്പം ഇവിടെ വൈഫിൻ്റെ ഇവിടെ 2 ആണ്, പക്ഷെ വൈഫിന് ഇവിടെ വരുമ്പോൾ വൈഫിന് 3 ആണ്. സോ അതൊരു അബ്നോർമാലിറ്റി ആയതുകൊണ്ട് നമ്മളിവിടെ സാധാരണഗതിയിൽ ഈ 2 റേഷ്യോകൾ ഒരേപോലെ 3 പേരുടെ ഒറ്റ റേഷ്യോ ആക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതാണ്ടേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 3 ഇങ്ങോട്ട് ഗുണിക്കുക, ദെൻ 3 ഇങ്ങോട്ട് ഗുണിക്കുക, ദെൻ 2 ഇങ്ങോട്ട് ഗുണിക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. ഒരു n തിരിച്ചിടുന്ന സാധനം ചെയ്താൽ മതി. അപ്പം 3 × 3 9 ഈസ്റ്റു 3 × 2 6 ഈസ്റ്റു 2 × 2 4. ഇതാണ് റേഷ്യോ. 9:6. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ 3 പേർക്കും കോമൺ ഫാക്ടർ ഒന്നുമില്ല, പൊതു ഘടകങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാവുന്ന ഒരു കാര്യം എന്നറിയാമോ? മോന് കിട്ടിയത് 9x ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേഷ്യോയുടെ യഥാർത്ഥ വില കണ്ടുപിടിക്കാൻ ഒരു x കൂടിട്ടാൽ മതി. എക്സിന്റെ വില എന്തോ ആയിക്കോട്ടെ, നമുക്ക് അസംഷൻ ആയിട്ട് എടുക്കാൻ ഒരു x കൊടുത്താൽ മതി. അതുപോലെ വൈഫിന് കിട്ടിയത് 6x ആണ്. അതുപോലെ ഡോട്ടർ മകൾക്ക് കിട്ടിയത് 4x ആണ്. ഇനി എന്താ പറയുന്നത്? ഇവർക്കിടയിലുള്ള വ്യത്യാസം അല്ലെ, ഡിഫറൻസ് എന്ന് പറയുന്നത് 19 ലക്ഷമാണ്. എന്ന് പറഞ്ഞാൽ 9x എന്ന മകന് കിട്ടിയ ഷെയറിൽ നിന്നും മകൾക്ക് കിട്ടിയ 4x കുറച്ചാൽ 19 ലക്ഷം. 1 ലക്ഷത്തിന് എത്ര പൂജ്യം ഉണ്ട്? 5 പൂജ്യം ഉണ്ട് അല്ലേ? 19 ലക്ഷം. 9x ന്ന് 4x പോയാൽ ഞാൻ തൽക്കാലം ഇവിടെ 19 ഇടാം കേട്ടോ, ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണേ. 19 ഇട്ടേക്കാം. 9x 4x കുറച്ചാൽ 5x = 19 ലക്ഷം. ഇവിടെ ലക്ഷം എന്നുള്ളതിൻ്റെ ലാക്ക് കാണിച്ചേക്കാം. അങ്ങനെയാണ് x എത്ര ആയിരിക്കും? 19/5 ലക്ഷം അല്ലേ? 19 ലക്ഷം ബൈ 5 ആണ് എന്ത്? എക്സിന്റെ വില എന്ന് പറയും. ശരി, നമുക്കിനി എന്താ വേണ്ടത്? ഇയാളുടെ ആകെ വರ್ತല്ലേ വേണ്ടത്. അതായത് ഇയാൾക്ക് എത്ര ടോട്ടൽ പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇയാളുടെ ആകെ ഉള്ളതിന്റെ 9 ഭാഗം മോന് കൊടുത്തു, 6 ഭാഗം ഭാര്യയ്ക്ക് കൊടുത്തു, അതുപോലെ 4 ഭാഗം ആർക്ക് കൊടുത്തു? മകൾ കൊടുത്തു. മൊത്തം അപ്പോൾ എത്ര ഉണ്ട്? 6 4 10 19 ഭാഗമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗമാണ് 19 ലക്ഷം ബൈ 5 എന്ന് പറയുന്നത്. അതിനെ 19 കൊണ്ട് ഗുണിച്ചാൽ മതി.
19/5 ഇൻറ്റു 19, അത്രയും ലക്ഷമാണ് അയാളുടെ ടോട്ടൽ വർത്ത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗുണിക്കാം. 19 നമുക്ക് വേണമെങ്കിൽ 19നെ 5 കൊണ്ട് ഞാൻ ആദ്യം ഡിവൈഡ് ചെയ്യാം. 19/5, ഓക്കെ, 3 5 15, റിമൈൻഡർ 4 പോയിന്റ് ഇടുന്നു 0, 8 5 40, ഓക്കെ. അപ്പോൾ 3.8 കിട്ടി. 3.8 ഇൻറ്റു 19, അപ്പോൾ 19നെ 38 കൊണ്ട് ഗുണിച്ച് ഒരു സ്ഥാനം മാറ്റി ഡെസിമൽ കൊടുത്താൽ മതി. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. 38 ഇൻറ്റു 19, 9 8 72, റിമൈൻഡർ 7, ഓക്കെ. 9 3 27, 34, 1 8 8, 1 3 3, 2 2 7. ഡെസിമൽ പ്ലേസ് ഒരെണ്ണമാണ്, 72.2 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഓപ്ഷനിലുണ്ടോ നോക്കാം. നമുക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റുന്നത് ഓപ്ഷൻ സി, യെസ്, ഓപ്ഷൻ സി 72.2 lakhs നമ്മുടെ ആൻസർ ആയിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ, ശരി. ഓക്കെ, നോക്കിയോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ തീം ഓഫ് ഇന്റർനാഷണൽ വിമൻസ് ഡേ, IWD, ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ഷോർട്ട് ഫോം ആയിട്ട് കാണിച്ചേക്കാണ്. 2024 ഈസ് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ്. അതായത് 2024 വനിതാ ദിനത്തിന്റെ തീം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ്, ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ, ഡിജിറ്റ് ഓൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി, വിമൻ ഇൻ ലീഡർഷിപ്പ് അച്ചീവിങ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ പോസ്റ്റ് COVID-19 വേൾഡ്. ഇതിലേതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ, ശരി. നമുക്ക് നോക്കാം, ഓപ്ഷൻ നോക്കാം. യെസ്, ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ്. അപ്പോൾ 2024 വനിതാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നാണ്. ഓക്കെ ആണല്ലോ, ശരി. എൻ്റെ ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ബാക്കിയുള്ള 3 ഓപ്ഷൻസും തീമുകളാണ്. അതോ ഓരോരോ വർഷങ്ങളിലാണ്. ശ്രദ്ധിക്കുക, 2021 തീം, 22 തീം, 23 തീം. നമ്മൾ ഇന്റർനാഷണൽ വിമൻ ഡേ പഠിക്കുമ്പോൾ അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഇവന്റിന്റെ വേദി, ഇപ്പം ഒളിമ്പിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഏഷ്യൻ ഗെയിംസ്, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെയൊക്കെ വേദികൾ പഠിക്കുക, തീംസ് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ വർഷത്തെ മാത്രമല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഒരു 1-2 വർഷം കൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ സോർട്ട് ഔട്ട് ചെയ്യാൻ ഉത്തരം അറിയാമെങ്കിലും ചെയ്യാം, ഉത്തരമല്ലാത്ത ആളുണ്ട് അറിയാമെങ്കിലും ചെയ്യാം, അല്ലേ? ഉത്തരമല്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ആൾക്കാരെ ഓപ്ഷൻ കണ്ട് ഒഴിവാക്കി കൂടി അങ്ങനെ ഉത്തരത്തിലെത്താം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് മിനിമം നമ്മളൊരു, മാത്രമല്ല നമുക്ക് സാധാരണഗതിയിൽ 2024 ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ 24 മാത്രം കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ല ചോദിക്കുക. ചിലപ്പോൾ 2023 22 മിനിമം ഒരു 2 വർഷം ബാക്ക്. അതിപ്പോൾ അവാർഡുകളാണെങ്കിലും ശരി, നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അവാർഡ്, ലിറ്ററസി പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ JCV പുരസ്കാരമോ അല്ലെങ്കിൽ ജ്ഞാനപീഠം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇപ്പം നിലവിലുള്ളത് മാത്രമല്ല ജസ്റ്റ് 2 ഇയർ ബാക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? റെഫർ ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവ് ആകുന്നത്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അത് 2024 എക്സാമാണ്, 24 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 2021 തീം എന്ന് പറയുന്നത് വിമൻ ഇൻ ലീഡർഷിപ്പ്. ഇതെല്ലാം നമ്മുടെ ഓപ്ഷനുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. വിമൻ ഇൻ ലീഡർഷിപ്പ് അച്ചീവിങ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ പോസ്റ്റ് COVID-19 വേൾഡ്. കോവിഡ് കഴിഞ്ഞുള്ള വർഷം 2021 അല്ലേ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീമായിരുന്നു അത്. ഓക്കെ, 2022 തീം എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ. ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ എന്ന് പറയുന്നതാണ് 2022 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അതുപോലെ 2023 തീം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി. ഡിജിറ്റൽ എന്നുള്ളതിന് ഓൾ എന്ന് കൺസിഡർ ചെയ്തേക്കാണ്. ബട്ട് ഡിജിറ്റ് ഓൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ് 2023 തീം. അപ്പോൾ ശ്രദ്ധിക്കണം, 2024 തീം പഠിക്കുന്നതിനോടൊപ്പം 2023 22 കൂടെ ഓർത്തിരുന്നാൽ ബെറ്റർ ആയിരിക്കും. ഇനി 2025 നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. 2025 തീം എടുക്കുന്ന സാഹചര്യം നമുക്ക് 2024 23 കൂടെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമായി ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് സെറ്റ് ക്രാക്കറിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.